യഥാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം കാത്തിരിക്കുന്ന ഈ സമയത്ത് UDF-നുള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി ആരാകും UDF വന്നാൽ എന്നതിൻ്റെ പേരിലുണ്ടായിരിക്കുന്ന തർക്കങ്ങളെ നിഷ്പ്രഭമാക്കുന്ന വേറൊരു രാഷ്ട്രീയ അന്തർഗതം അല്ലെങ്കിൽ ഒരു അടിയൊഴുക്ക് UDF-നുള്ളിൽ നടക്കുന്നുണ്ട്. അതാണ് വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ദിശയെ നിർണ്ണയിക്കാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ്. നമുക്കറിയാവുന്നതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഉറച്ച നിയമസഭാംഗങ്ങളുടെ കാര്യത്തിൽ ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താകുമ്പോഴും സേഫ് ഡിപ്പോസിറ്റ് പോലെ ഉറച്ച ഒരു നിയമസഭാ അംഗങ്ങളുടെ എണ്ണം ഉള്ള പാർട്ടിയാണ് ലീഗ്. അത് ലീഗിനെ പുകഴ്ത്തി പറയലല്ല, ഉള്ള കാര്യം പെരുപ്പിച്ച് പറയലുമല്ല. ഒരു 20, 18, 15, 14 റേഞ്ചിൽ എല്ലാ കാലത്തും അവർക്ക് MLA-മാർ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ 27 സീറ്റുകൾ അവർ മത്സരിച്ചിരിക്കുന്നു. 20 എണ്ണത്തിൽ ഉറപ്പായും ജയിക്കും എന്ന് ലീഗ് പറയുകയും ചെയ്യുന്നു. റിസൾട്ട് വരട്ടെ, കാണാം. പക്ഷേ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം ചെയ്തതുപോലെ അധികാരത്തിന് പുറത്ത് പ്രതിപക്ഷത്തെ ഒരു ഘടകകക്ഷി മാത്രമായി നിലനിൽക്കുമോ? അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ UDF-ൽ പുകയുന്ന പുറത്തേക്ക് വരാത്ത രാഷ്ട്രീയ അന്തർഗതങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ചോദ്യം, യഥാർത്ഥ ദിശ. അതാണ് സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിൽ അതിപ്രധാനമായി മാറാൻ പോകുന്നത്. അതായത് UDF പ്രതിപക്ഷത്താണെങ്കിൽ ലീഗ് പ്രതിപക്ഷത്തായിരിക്കും എന്ന് നിർബന്ധമില്ല. UDF ഭരണപക്ഷത്താണെങ്കിൽ ലീഗ് പതിവ് പോലെ അതിലെ പ്രധാനപ്പെട്ട രണ്ടാം കക്ഷിയായി 4 മന്ത്രിമാർ എന്തായാലും ഉണ്ടാകും എന്ന കാര്യം സംശയമില്ല. അവർ തുടരും. നേർത്ത ഭൂരിപക്ഷത്തോടെയാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ 5 മന്ത്രിമാരോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ഉണ്ടാവാം, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഉണ്ടാവാം. അങ്ങനെയുള്ള പല സമവാക്യങ്ങളും മാറി വരാം. പക്ഷേ പ്രതിപക്ഷത്താണെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റാണ്, UDF പ്രതിപക്ഷത്താണെങ്കിൽ കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്നത് പോലെ CPM-നെ വിമർശിച്ചും LDF-നെ വിമർശിച്ചും പിണറായി വിമർശിച്ചും കോൺഗ്രസിൻ്റെ ഒരു വെറും ബി ടീമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരട്ടെ എന്ന് കാത്തിരിക്കാനുള്ള രാഷ്ട്രീയമായ മണ്ടത്തരം, അതാണ് പ്രധാനം. അത് രാഷ്ട്രീയമായ ബുദ്ധിയല്ല. അതിനേക്കാൾ പ്രധാനം ഒരു പാർലമെൻ്ററി രംഗത്ത് എന്തായാലും ലീഗ് ഈ ഇന്ത്യൻ സമൂഹത്തിൽ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയല്ല. മുസ്ലിം സമുദായത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഈ സിമിയൊക്കെ പണ്ട് പറഞ്ഞതുപോലുള്ള രാഷ്ട്രീയമായ ഏതെങ്കിലുമുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയല്ല. ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിനുള്ളിലെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്വന്തം പ്രതിനിധാനം ആരെയാണോ പ്രതിനിധാനം ചെയ്തത് ആ വിഭാഗത്തെ, മൊത്തം ജനാധിപത്യ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ്. ഒരു അധികാരവർഗ പാർട്ടി എന്നുള്ള ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു പാർട്ടിയാണ്. അതൊരു മോശം കാര്യമല്ല. നമ്മുടേത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെൻ്റ് ജനാധിപത്യമാണ്. നമ്മുടെ പാർലമെൻ്റ് ജനാധിപത്യത്തിൽ അധികാരവും പ്രതിപക്ഷത്തെ റോളും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിർണായകമായി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്വമാണ്. പ്രധാനവും ഉത്തരവാദിത്വം തന്നെയാണ്. അത് മോശപ്പെട്ട കാര്യമല്ല. അപ്പോൾ ലീഗിനും അത് അങ്ങനെ ആകുന്നതിൽ മോശമില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷം 2016 21 വരെ, 2021 മുതൽ 26 വരെ, ഇപ്പോൾ ഇനി 26, 31 കാലയളവിൽ കൂടി അങ്ങനെ പ്രതിപക്ഷത്തിരുന്ന് ദുർബലമായ ഒരു പ്രതിപക്ഷ കക്ഷി മാത്രമായി ഇരിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും ലീഗിനില്ല എന്നാണ് രാഷ്ട്രീയം അറിയാവുന്ന മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം. കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആവർത്തിക്കുകയാണ്, സമീപകാലത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ അടിയൊഴുക്ക്, പുറത്തേക്ക് വരാത്ത ഒരു രാഷ്ട്രീയ അഗ്നിപർവ്വതം എന്ന് പറയാവുന്ന വിശേഷം അതാണ്. ആ അഗ്നിപർവ്വതം പൊട്ടി ലാഭ പുറത്തേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ UDF അതിൽ ഒലിച്ചു പോകുമോ ഇല്ലയോ എന്നാണ് ഈ കാണേണ്ടത്. അതായത് LDF-ന് ഒരു അഡ്വാൻറ്റേജായി ലീഗ് മാറും. അതാണ് പ്രധാനം. LDF ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരികയും ആ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ രണ്ടാമത് വന്നതുപോലെ 2021 വന്നതുപോലെ 98 ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്താൽ ലീഗിൻ്റെ വില കുറച്ചും കൂടി രാഷ്ട്രീയമാണ്. അതല്ല, ലീഗിന് LDF-ന്
സുരക്ഷിതമായ കേവല ഭൂരിപക്ഷം കൊണ്ട് ഭരിക്കാം. എങ്കിൽ പോലും മുസ്ലിം ലീഗിനെ പോലെ ഒരു യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടിയെ കൂടെ കിട്ടിയാൽ LDF കഴിക്കുമോ? നമുക്ക് ചോദിക്കാം, മാധ്യമപ്രവർത്തകർ ചോദിക്കാമല്ലോ. CPM-നും ലീഗിനുമാണ് തീരുമാനിക്കാനുള്ള അവകാശം. പക്ഷേ അതൊരു മോശം കാര്യമാണോ? കേരളീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായക സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും സെക്യുലറായ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും CPM-നെ പോലെ കടുത്ത രാഷ്ട്രീയ എതിർപ്പ് പരസ്യമായി രൂക്ഷമായി പ്രകടിപ്പിക്കാറുള്ള ഒരു പാർട്ടി പോലും ലീഗിനെ വർഗീയ കക്ഷിയെന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. ലീഗ് തീവ്രവാദ പാർട്ടിയാണെന്നോ ലീഗ് വർഗീയ പാർട്ടിയാണെന്നോ പറയാറില്ല. ലീഗ് സമുദായത്തെ വഞ്ചിക്കുമെന്ന് പറയാറുണ്ട്, അഴിമതി നടത്തുമെന്ന് പറയാറുണ്ട്. ലീഗ് വെറും ഒരു ഭരണവർഗ പാർട്ടിയാണ്, അവർക്ക് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളില്ല എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിരൂക്ഷമായ പക്ഷേ ലീഗിനെ അധിക്ഷേപിക്കുന്നതിന് ഒരു പരിധി CPM ഉൾപ്പെടെ എപ്പോഴും വെക്കാറുണ്ട്. അത് ലീഗ് രാഷ്ട്രീയമായി പലപ്പോഴും പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ പുലർത്തിപ്പോരുന്ന രാഷ്ട്രീയ അന്തസ്സിൻ്റെ ഒരു ബാക്കി പത്രമാണ്. അതിന് മറ്റു പാർട്ടികൾ കൊടുക്കുന്ന മര്യാദയാണ്. അത് എല്ലാ കാലത്തും ബാഫഖ് തങ്ങളുടെ കാലത്താണെങ്കിലും അതിന് ശിഹാബ് തങ്ങളുടെ കാലത്താണെങ്കിലും ഹൈദരലി തങ്ങളുടെ കാലത്താണെങ്കിലും സാദിഖ് തങ്ങളുടെ കാലത്താണെങ്കിലും അല്ലെങ്കിൽ അധ്യക്ഷന്മാരാകാത്ത മുനവർ അലി തങ്ങളെ പോലെ യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷൻ, അങ്ങനെ ഏത് കാലത്തും പാണക്കാട് കുടുംബവും PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും അഹമ്മദും ഒക്കെ ഉൾപ്പെടുന്ന ലീഗ് ഒരു സെക്യുലർ പൊളിറ്റിക്കൽ പാർട്ടിയാണ് കേരളത്തിൽ. കോൺഗ്രസിൻ്റെ വാലാകാൻ ഇനി മനസ്സില്ല എന്ന് തീരുമാനിച്ചാൽ 2026 മുതൽ കേരളത്തിലെ രാഷ്ട്രീയ ഗതി മാറും. അതെങ്ങനെ ഏത് വിധം മാറുമോ എന്ന് തീരുമാനിക്കുന്നത് ഏതാണ്ട് 18-19 ദിവസം കഴിഞ്ഞ് മെയ് 4 വരുന്ന ഫലപ്രഖ്യാപനമായിരിക്കും. അതുകൊണ്ട് മെയ് 4 ഫലപ്രഖ്യാപനം ഈ ഒരർത്ഥത്തിലും കേരള രാഷ്ട്രീയത്തിൽ അതിനിർണായകമാകാൻ പോവുകയാണ്. മുസ്ലിം ലീഗ് എന്ത് ചെയ്യും, എങ്ങോട്ട് ചായും, നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.